ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അത്തർകുബൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി പാൽക്കപ്പയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൽക്കപ്പയും ബീഫും. അപ്പോൾ പാൽക്കപ്പയും ബീഫും ഒക്കെ ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഫ്രോസൺ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴിയുന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കറിൽ ഒരു വിസിലടിക്കുന്ന വരെ നമുക്ക് വേവിക്കാം. ആവി നന്നായി പോയതിനു ശേഷം മാത്രം അത് തുറന്നാൽ മതി. അടുത്തായി നമ്മളൊരു പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അത് നന്നായി തിളച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഉടച്ചെടുക്കുക. കപ്പ നന്നായി ഉടച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം കപ്പ നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക. അതല്ലെങ്കിൽ പശുപാലായാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായി കുറുകി വരും. അങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മൾ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം 2 പച്ചമുളക് ഇട്ട് നന്നായി വറുത്തെടുത്തതിന് ശേഷം പാൽക്കപ്പയിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. പാൽക്കപ്പയുടെ കൂടെ ബീഫ് വരട്ടിയതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, 2 സവാള, 2 പച്ചമുളക്, 2 ഉണക്കമുളക്, ഇവയെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കിലോ ബീഫ് ഉപ്പും മഞ്ഞളും തേച്ച് ചെറുതായി അരിഞ്ഞ് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക് ഇതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഈ വെളിച്ചെണ്ണ കിടന്ന് നന്നായി ഇത് മുരിഞ്ഞ് വരണം. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മണമാണ് വരുന്നത് കേട്ടോ. നന്നായി അത് വഴറ്റി നല്ല രീതിയിൽ ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച 2 സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ ബീഫ് നന്നായി മുരിയുന്നതിന് കൂടെ തന്നെ ഈ ഉള്ളി നന്നായി വഴണ്ട് നല്ല രീതിയിലേക്ക് വരും. ബീഫ് നന്നായി വഴറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ അടിപൊളിയായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ബീഫ് ഉണ്ടാക്കിയോണ്ട് നല്ല മണമുണ്ട് കേട്ടോ. പാൽക്കപ്പയുടെ പുറത്തിട്ട് കണ്ടിട്ട് നല്ല കൊതുവരികയാണ് കേട്ടോ. ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. അപ്പോൾ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ പോകണം. പാൽക്കപ്പയും ബീഫുമാണ്. ഓക്കെ, ചൂട് പറക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ പാൽക്കപ്പ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എല്ലാ പീസും ഒന്നും വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത്ര ടേസ്റ്റ് വന്നിട്ടില്ലായിരുന്നു. അപ്പോഴാണ് MK ഫുഡ്സിൻ്റെ കപ്പയെ പറ്റി ഞാൻ കേട്ടത്. എല്ലാ പീസും ഒരേപോലെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സൗദിയിലുള്ള എല്ലാവരും ട്രൈ ചെയ്യുകയാണെങ്കിൽ MK ഫുഡ്സിൻ്റെ കപ്പയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു തീർക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ ബൈ.